ഹായ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഞാനൊരു ഷോർട്ട് എൻട്രിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷോർട്ട് എൻട്രീൻ്റെ ഓർഡറൊക്കെ നമുക്ക് കൊടുക്കാം. ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ ഞാൻ സെല്ല് ചെയ്യാനാണ് പ്ലാൻ. അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ഒരുപാട് സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് താഴേക്ക് വരാനൊരു പോസിബിലിറ്റി എന്ന വ്യൂവിൽ ഒരു പ്രോബബിലിറ്റിയിൽ ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു ഏരിയ 104-300 എന്നുള്ള റേഞ്ച് എത്തുന്ന സമയത്ത് 20 ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ റിസ്ക് അറിയാലോ, മാക്സിമം എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ റേഞ്ചിലുള്ള റിസ്ക് എടുക്കുള്ളൂ. ഞാൻ ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒന്നും ഇതുവരെ ട്രേഡ് എടുത്തില്ല. നിങ്ങളുടെ പൊസിഷനൊക്കെ കാണാം. സമയം 3 മണി കഴിഞ്ഞു. ഞാൻ എടുക്കാതിരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ നമുക്ക് ബജറ്റ് വരുന്നുണ്ട്. ബജറ്റിൻ്റെ എപ്പോഴും ഇങ്ങനത്തെ ഇവൻറ്റ് ഡേയ്സിലും അങ്ങനെ വലിയ ഇവൻ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് അതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ എപ്പോഴും പ്രീമിയത്തിൻ്റെ ഐ വി ഭയങ്കര സ്പൈക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത്തരം സമയങ്ങളിൽ എപ്പോഴും ഐ വി കൂൾ ഓഫ് ആവുന്ന സമയങ്ങളിൽ മാർക്കറ്റ് വെരി അൺഹെൽത്തി ഫോർമാറ്റിലായിരിക്കും മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ആ ട്രേഡ് ചെയ്യുക. ഇന്നല്ല, ഇനി ബജറ്റ് കഴിയുന്നവരെ ട്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ലൈവ് ട്രേഡ് ഇല്ലാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഇതാണ് മെയിൻ റീസൺ. ഐ വി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബജറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹ്യൂജ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും ഐ വി കൂൾ ഓഫ് ആവുന്ന സമയത്ത് പ്രീമിയൊക്കെ നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു കോൾ ഓപ്ഷൻ എടുത്താൽ പോലും മാർക്കറ്റ് താഴേക്ക് മുകളിലേക്ക് പോയാൽ പോലും ചിലപ്പോൾ പ്രോഫിറ്റ് ആവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കോൾ ഓപ്ഷൻ സ്പൈക്ക് വരാക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത്. BTC ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെൻഡ് ലൈൻ പാറ്റേണിൻ്റെ അവിടെ ഒരുപാട് നേരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കുറച്ച് മുകളിൽ തന്നെ സെല്ല് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാനായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ വന്ന സമയത്താണത്. സമയത്ത് നമുക്ക് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻട്രി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രോബബിലിറ്റി ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് താഴേക്ക് വരുന്നുള്ള ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഒക്കെ എടുത്തുകൊണ്ട് തന്നെ താഴേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ 50 മിനിറ്റ്സിൻ്റെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക്. അതായത് നോക്കാം, നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ആവുക നോക്കാനനുസരിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്തരം ഇവൻ്റുള്ള ഡേയ്സിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. ഞാൻ മാറി നിൽക്കുന്നതാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ട്രേഡിൻ്റെ എണ്ണത്തിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. എണ്ണം കുറക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക. കാരണം നമ്മൾ ഇത്രയും കാലം കാണുന്ന ഒരു ഫോർമാറ്റിലായിരിക്കില്ല പലപ്പോഴും ഒരു പ്രൈസ് ആക്ഷൻ വരിക. അപ്പോൾ അത് ചില സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ബജറ്റ് ഡേയ്സിൽ ട്രേഡ് ചെയ്ത സമയത്ത് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ. പക്ഷേ ആ സമയത്ത് എൻ്റെ ഒരു മണ്ടത്തരത്തിനാണോ എന്തോ ഭാഗ്യത്തിനാണോ കിട്ടിയതായിരിക്കാം. പക്ഷെ ഞാൻ അതും വെച്ച് പിന്നെയും ട്രേഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം ചിലപ്പോൾ അത് ഞാൻ പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ അത്തരത്തിലായിരുന്നില്ല പ്രൈസ് മൂവ് ചെയ്യുന്നത്. എന്തോ ഒരു ലക്കിന് ചിലപ്പോൾ ആ സമയത്ത് പ്രോഫിറ്റ് കിട്ടി ഇനിയും ചെയ്താൽ ചിലപ്പം വലിയ ലോസ് വരും. ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലോസിലേക്കും പെട്ടെന്നുള്ള സ്പൈക്കൊക്കെ വരുമ്പോഴേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാതിരിക്കുന്നത്. ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ തോന്നുന്നില്ല. ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുള്ളൂ. ഇനി നമുക്ക് ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ സമയമുണ്ടല്ലോ, ഒരു 3-4 ദിവസം മാറി എന്ന് വിചാരിച്ച ഒരു കുഴപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നല്ല ഡേയ്സ് ഇനിയും വരും. ആ സമയത്ത് ട്രേഡ് ചെയ്യുക. ജസ്റ്റ് അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. എനിവേ താങ്ക് യു.